ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആസിഫിന്റെ വമ്പൻ സിനിമയാണല്ലോ ടിക്കി ടാക്ക. സിനിമ ആസിഫിന്റെ കരിയറിൽ തന്നെ വലിയ ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമയാണ്. രോഹിത് VS കള എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ കൂടി ആസിഫിന്റെ ആക്ഷൻ സിനിമ ഈ വർഷം അവസാനത്തോടെ ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബറിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ ആസിഫിന്റെ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയോടൊപ്പം മറ്റൊരു വമ്പൻ സിനിമ കൂടി മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് ആട് 3 എന്ന സിനിമയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ ആരംഭിക്കപ്പെട്ട ജയസൂര്യ സിനിമ കത്തനാറിന് ശേഷമുള്ള ജയസൂര്യയുടെ വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് എന്നാണ് ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാവ് കൺഫേം ചെയ്തിരിക്കുന്നത്. 40-45 കോടിയോളം രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് സിനിമയുടെ നിർമ്മാതാവ് തന്നെ കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആട് 3 എന്ന സിനിമ വൻ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് ഉറപ്പിക്കാം. ഈ വർഷം അവസാനം ക്രിസ്മസിന് ഡിസംബറിൽ തന്നെയാണ് ടിക്കി ടാക്കയോടൊപ്പം ആട് 3 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ മെഗാസ്റ്റാറുകളിൽ ഒരാളായ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പീഡ്സ്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 4 മാസങ്ങൾ പിന്നിടുമ്പോഴും ഇനിയും സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. പ്രതിദിനം ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിനിമയുടെ OTT റിലീസ് എപ്പോൾ എന്ന്. ഈ ഒരു ചോദ്യത്തിനുള്ള ഏറ്റവും അവസാനത്തെ ഉത്തരവുമായിട്ട് മമ്മൂട്ടി ഫാൻ പേജ് തന്നെ രംഗത്തെത്തുമ്പോൾ സിനിമയുടെ OTT അവകാശങ്ങൾ മാസങ്ങൾക്ക് മുന്നേ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രൈസ് ഉറപ്പിച്ചിട്ടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രൈസ് ഉറപ്പിക്കാതെ എങ്ങനെയാണ് ഒരു സിനിമ OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കുന്നത് എന്നൊരു മറുചോദ്യവുമായിട്ടാണ് ഒരുപാട് പേർ അതിന്റെ കമന്റ് ബോക്സിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നമുക്കും ഒരു വ്യക്തതയൊന്നും തന്നെയില്ല. എന്തായാലും മമ്മൂക്ക എന്ന മെഗാസ്റ്റാറിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. വൻ പരാജയമായി തിയേറ്ററുകളിൽ മാറിയ സാമ്പത്തിക നഷ്ടം നിലവിലുണ്ടാക്കിയ സിനിമ കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പീഡ്സ്. സിനിമയുടെ OTT സാറ്റലൈറ്റ് വിൽപ്പന ഇനിയും നടന്നിട്ടില്ല. എത്രയും വേഗം നടക്കുന്നുവോ അതിനനുസരിച്ച് മികച്ച തുക ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ സിനിമയുടെ സംവിധായകൻ ബസൂക്കയുടെ പ്രൊമോഷൻ വേളയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏറ്റവും വലിയ കോമഡി. ഒരു മെഗാസ്റ്റാർ സിനിമയായിട്ടും ഡൊമിനിക് റിലീസ് ചെയ്തത് പലരും അറിഞ്ഞിട്ടില്ല. തന്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ആ മമ്മൂട്ടി സിനിമയുടെ റിലീസ് എപ്പോൾ എന്ന്. അപ്പോൾ തിയേറ്ററുകളിലെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും വൻ പരാജയമായി മാറിപ്പോയ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച ഡൊമിനിക് എന്ന നിലവിൽ ബിസിനസ് ഒന്നും തന്നെ നടക്കാത്ത സിനിമയുടെ OTT റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.